ഹലോ, ഞങ്ങളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ എല്ലായിടത്തും നല്ല മഴ ഇടിയൊക്കെ പോലെ. അപ്പോൾ ഇവിടെ നല്ല ഒരു മഴ പെയ്താട്ടോ, ആ മഴയ്ക്ക് നല്ല വെള്ളപ്പൊക്കം പോലെ വെള്ളമായി കേട്ടോ. കാരണം തോടും പാടങ്ങളും ഒന്നായിട്ടേ മുറ്റത്തു കൂടി വെള്ളം ഒഴുകിയിട്ടേ പിന്നെ തോടിങ്ങനെ അധികം താഴ്ച ഇല്ലാത്തതുകൊണ്ട് മുറ്റത്തേക്കാട്ടോ വെള്ളം കയറണം. അപ്പോൾ ഒരു സൈഡ് അവർ അപ്പുറത്തൊരു വീടുണ്ട്, ആ വീട്ടുകാർ കെട്ടിയിട്ടുണ്ട് മതിൽ കേട്ടോ. അതുകൊണ്ട് അവിടേക്ക് വെള്ളം കയറുന്നുണ്ട്. അപ്പം മുഴുവൻ വെള്ളം ഇപ്പം ഞങ്ങളെ മുറ്റത്തു കൂടി ആട്ടോ പോണത്. അപ്പോൾ അത് നിങ്ങൾ കൂടി കാണിച്ചിട്ട് വീഡിയോ എടുത്താട്ടോ. സമയം 1:30 അമ്പാടി ഇറങ്ങിക്കാം. പക്ഷെ ഇത്രയ്ക്കൊന്നും വെള്ളം വരുന്നു ആരും പ്രതീക്ഷിച്ചില്ല. എന്ത് മഴ, എന്ത് തോടും. മേമ അവിടെയൊക്കെ പോയി നേരാക്കിയപ്പോഴേ മേമേ വാർപ്പിന്റെ മുകളിൽ ചപ്പ് നിൽക്കുന്നതായിട്ട് വെള്ളം ഒക്കെ തുറന്നിട്ട് എന്താ കുടുങ്ങിയെന്ന് പറഞ്ഞിട്ട് മേമ കോലൊക്കെ ഇട്ട് കുത്തിയായിരുന്നു. അമ്മേ സോനും മഴയത്തെ ഇതാണ് ഞങ്ങളെ മഴ പെയ്താൽ ഞങ്ങളെ വീട്ടിൻ്റെ അവസ്ഥ. തോടാണ് കേട്ടോ. അപ്പുറത്തെ തോട്ടിൽ കൂടി വെള്ളം വന്ന് മുറ്റത്തിൽ കൂടി വെള്ളം നല്ല മഴ പെയ്താൽ മിക്കാകെ വെള്ളം കുളം പോലെ കേട്ടോ. കണ്ടോ, ഒരു മഴ പെയ്തപ്പോഴേക്കാണ് ഇപ്പോൾ, ഒരു നല്ല മഴ പെയ്തപ്പോഴാണ് ഇങ്ങനെ ഇത്. സോനിയോ ഇവിടെ കയറണോട്ടെ. ഞാനും അപ്പവും ഞാനും സോനും കൂടി ഇങ്ങനെ. അമ്മോ എന്ത് ഭഗവാനേ, അവിടെ ചൂലിക്കാറ്റുണ്ട്, ചൂലിണ്ട് അവിടെ. അമ്പാടി എങ്ങോട്ടൊക്കെടാ നമ്മളെ മുറ്റത്ത് വെള്ളം വഴിക്കി. അതെന്റെ പാൻ്റൊക്കെ ഇപ്പൊ നനയും. അമ്പാടിനെ ഇറക്കിന്ന് കൊടുക്കാം. വേണ്ട, എന്റെ ചെരുപ്പ് വഴിക്ക് പോകാൻ എന്റെ കോട നനയും. ഇപ്പൊ ഞാൻ ആകെ എന്ത് വെള്ളം. ഇതാണ് ഞങ്ങളെ മുറ്റം തോട്. സോനുവിന് ഭയങ്കര സന്തോഷമായിട്ടോ വെള്ളം കണ്ട്. കാരണം ഇങ്ങനെ വെള്ളം ഞങ്ങൾക്ക് കയറിയിട്ടില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ വെള്ളം കയറിയിട്ടുണ്ടായില്ല കേട്ടോ. പ്രാവശ്യം നല്ല മുറ്റത്തേക്ക് എത്തിക്കണം, ഒതുക്കുമ്പോഴേക്ക് കയറിട്ടോ വെള്ളം. അപ്പോൾ എന്താ പറയുക, തോട്ടിലെ മണ്ണ് ഞങ്ങൾ എല്ലാ പ്രാവശ്യം എടുക്കലുണ്ട് കേട്ടോ. മണ്ണ് എടുക്കലുണ്ട്. പ്രാവശ്യം ഞങ്ങൾ മണ്ണ് എടുത്തിട്ടുണ്ടായില്ല. അത് കാരണം തോന്നുന്നു മുറ്റത്തേക്ക് കയറി കേട്ടോ. പിന്നെ ചപ്പൊക്കെ ഉണ്ട് വെച്ചിട്ട് 2 ഏട്ടന്മാർ അവിടെ അപ്പുറത്തൊരു ഇതേപോലെ ചെറിയ തോട് കിട്ടും. അപ്പോൾ അവർ അവിടെ നേരാക്കുന്നുണ്ട്. അവിടെ വെള്ളം ഇങ്ങനെ റോട്ടിലേക്ക് വന്ന് മറിഞ്ഞിട്ട് അതേപോലെ തന്നെ ഒട്ടപ്പെടുത്തി. അപ്പോൾ അവർ വന്നിട്ട് ഇവിടെ ഇപ്പോൾ അങ്ങനെ ചളിയും അതേപോലെ പുല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലേ. ഇനി ഒരു തോണി മതി, തോണിയിൽ ഇങ്ങനെ പോവാം. ഇങ്ങനെ വെള്ളം കയറിയിട്ടുണ്ടായില്ല കേട്ടോ. ഇപ്പം ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ മുറ്റത്തേക്ക് വെള്ളം കയറുന്നത്. മഴ അങ്ങോട്ട് നല്ല മഴ കേട്ടോ. ഒരു മഴ പെയ്തിട്ടുള്ളൂ, പക്ഷെ നല്ലൊരു മഴ കേട്ടോ പെയ്തത്. എന്താ തോടും പാടൊക്കെ വന്നിട്ട് അപ്പുറത്ത് ഞങ്ങൾക്ക് ആ ഭാഗത്ത് കുറേ പാടം കേട്ടോ. ആ പാടൊക്കെ അങ്ങോട്ട് പുഴ പോലെയിട്ട് നിൽക്കുന്നു. എന്ത് ഭംഗിയാണ് കാണാമെന്നറിയാം. പക്ഷേ സോനിന് ഭയങ്കര സന്തോഷമായിട്ടോ. മീനൊക്കെ അങ്ങനെ കുഞ്ഞു മീനൊക്കെ അങ്ങനെ ഒലിച്ച് ഇങ്ങനെ മുറ്റത്ത് കൂടി ഇങ്ങനെ വരൽ തുടങ്ങിയാണ് കേട്ടോ. അപ്പോൾ അവർ വന്നതുകൊണ്ട് കുറേ ഇതായിട്ടോ. കാരണം പുല്ലൊക്കെ വെട്ടിയിട്ട് അവർ അങ്ങനെ ഈ അരുവ് കൂടി ഇട്ടാൽ. കാരണം ഞങ്ങൾ ഇപ്രാവശ്യം മതിൽ കെട്ടണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ അത് നടന്നില്ല. അപ്പോൾ അത് കാരണം ഇപ്രാവശ്യം ഞങ്ങൾക്ക് മുറ്റത്തുകൂടെ ഒക്കെ വെള്ളം മതിലിട്ടോ. ഒതുക്കുമ്പോഴേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം. അപ്പോൾ അവർ ആ പുല്ലൊക്കെ വെട്ടി പിന്നെ കുറേ തോട്ടിൽ ചപ്പൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒക്കെ നീക്കി തന്നപ്പോൾ കുറേ വെള്ളം മുറ്റത്തുനിന്ന് ഒഴുകി തോട്ടിൽ കൂടി പോരാൻ തുടങ്ങിയിട്ടോ. ഇപ്രാവശ്യം മണ്ണെടുത്തിട്ടില്ല ഇതെന്നേ, അതാണ് ഏറെ കുണ്ട് കളിച്ചല്ല. ഇങ്ങനെ താത്തിയിട്ടില്ലേ, മണ്ണെടുത്തിട്ടില്ല.
അപ്പുറത്തെ പുല്ലും ഇതൊക്കെ എടുത്തപ്പോഴേ മുറ്റത്ത് വെള്ളം കുറച്ച് കുറഞ്ഞിട്ടോ ഞാൻ കാണിച്ചാൽ മുറ്റത്ത് കൊണ്ട് വെള്ളം കെട്ട ഒതുക്കുന്നൊക്കെ ഇട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ അവിടെ വഴിയിൽ നിറച്ച് മുള്ളുണ്ടായിരുന്നു. അതൊക്കെ അമ്മ ഇങ്ങനെ കുറച്ചൊക്കെ പോയിട്ട് ഇങ്ങനെ പറിച്ച് കളഞ്ഞ കാരണം അവിടെ കാടുകളിലിട്ട് അല്ലെങ്കിൽ പിന്നെ പുല്ലും വെള്ളമൊക്കെ അതുകൊണ്ട് ആകെപ്പാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ എഴുതുന്നൊക്കെ വന്ന് കയറി കഴിഞ്ഞാൽ അറിയില്ലല്ലോ. അമ്മ പുല്ലൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക നമ്മളുണ്ടോ മുറ്റം കണ്ടില്ലേ, മുറ്റം ഈ ഒതുക്കുമ്പോഴേക്ക് കയറി നിന്നിട്ട് വെള്ളം ഇപ്പോൾ അവരവിടെ പുല്ല് വെട്ടിയിട്ട് ആ ചപ്പ കണ്ട് നീക്കിയ കാരണം കുറേ വെള്ളം കുറഞ്ഞിട്ടോ. അവർ വന്ന് ചെയ്തെന്ന കാരണം കുറേ ഉപകാരമായിട്ട്. അവൾക്ക് നോക്കല്ലേ ചപ്പ ഇല്ല എടാ അവിടെയൊക്കെ എന്തേലും ഒരു മഴക്കട്ടെ ഞങ്ങളിവിടെ ആകെ വെള്ളപ്പൊക്കം പോലെ ആയത്. ഞാൻ പാടം കാണിച്ചില്ല, പാടത്ത് നിറച്ചും വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അടുത്ത വീട്ടിലത്തെ ഏട്ടന്മാർ വന്നിട്ടപ്പോൾ ഇത് ശരിയാക്കി കേട്ടോ. അതിനെ എന്ത് ഭംഗിയ കാണാനേ. സന്തോഷനെ വിളിച്ചു വന്നിട്ടുണ്ട്. ആ കാണാൻ ഇറങ്ങിണ്ട്. ഒരു മഴ പെയ്തപ്പോഴേക്ക് റോട്ടിൽ കൂടെ ഒക്കെ വെള്ളം കയറിയിട്ട് അതിലൊക്കെ മീനാൾ. എന്താ മീനുകൾ കുറച്ചൊക്കെ വലിയ മീനാൾ കേട്ടോ. അതൊക്കെ സോന് ഇങ്ങനെ തിരഞ്ഞെടുക്കുക. സോന് വെറും മീനിൻ്റെ ഭ്രാന്തനാണ്. ഈ സമയമായി കഴിഞ്ഞോന് പറഞ്ഞാൽ കേൾക്കില്ല കേട്ടോ. മുറ്റത്തൊന്നും കയറില്ല. കാരണം മുറ്റത്ത് കൂടെ ഈ വെള്ളം ഇങ്ങനെ വരുമ്പോൾ മീനാൾ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. രാവിലെയൊക്കെ കാണാൻ അങ്ങനെ മീനാൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും മുറ്റത്ത് കൂടെയൊക്കെ. ഇനിയിപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്ക് തന്നെ എന്താ പറയുക ഓരോരുത്തർ ഇങ്ങനെ റോട്ടിൽ കൂടി നടന്ന് പിടിക്കാൻ തുടങ്ങും കേട്ടോ, കണ്ണൻ മീനാൾ ചാടിയിട്ട്. അപ്പോൾ എന്താ പറയുക ഇപ്പോൾ തോട്ടത്തെ ആ തോട് ഇങ്ങോട്ട് മണ്ണും ആ ചപ്പൊക്കെ എടുത്ത് കളഞ്ഞപ്പോൾ കുറേ വെള്ളമൊക്കെ കുറഞ്ഞിട്ടോ. വഴിയത്തെ വെള്ളം മുറ്റത്തെ വെള്ളമൊക്കെ കുറഞ്ഞിട്ടോ. എന്താ പറയുക അവർ വന്ന് ചെയ്ത കാരണം ഭയങ്കര ഉപകാരമായിട്ടോ. കാരണം ഞങ്ങളത് ആദ്യം ചെയ്യേണ്ടത് തന്നെയായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. അതുപോലെ തോട് ഞങ്ങൾ എല്ലാ പ്രാവശ്യങ്ങളും മണ്ണെടുക്കലും അതുപോലെ ചെടിക്കൊക്കെ മണ്ണിടാൻ നല്ലതല്ലേ. പാടത്തേക്കൊക്കെ ഈ വളമൊക്കെ ഇട്ടിട്ട് വരുന്നില്ല. അപ്പോൾ അങ്ങനെ മണ്ണ് നല്ല മണ്ണാവും. അതിനാണ് ചെടിക്കും അതുപോലെ പച്ചക്കറിക്കൊക്കെ മണ്ണെടുക്കല്. പക്ഷേ കാരണമായിട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ.